ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മളതിൽ ഡയമെൻഷൻ അനാലിസിസിൻ്റെ 2 ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷനും, രണ്ടാമത് ടു കൺവേർട്ട് വൺ യൂണിറ്റ് സിസ്റ്റം ഇൻ ടു അനദർ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തതാണ്. അതിൽ തന്നെ നമ്മൾ ഒരു ന്യൂട്ടനെ ഡൈനാക്കാനും അതുപോലെ ഒരു ജൂളിനെ എർഗാക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന 3ാമത്തെ ആപ്ലിക്കേഷനാണ് ടു ഫോം കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള എന്ത് ഫോം ചെയ്യുക? കറക്റ്റ് റിലേഷൻ ഫോം ചെയ്യാനായിട്ട് നമ്മൾ പോവുക. നമ്മുടെ 3ാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ടു ഫോം കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മൾ 3ാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ നമ്മൾ അതിനെ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് കടന്നു പോവാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിടാം. നിങ്ങൾക്ക് ഞാനത് എഴുതാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്റ്റ് may depends on ഒന്ന് mass of the object ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നു സ്മോൾ ലെറ്റർ എം. അതുപോലെ രണ്ടാമത്തത് നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ അതിനെ സ്മോൾ ലെറ്റർ ആരെന്ന് കൊടുക്കുന്നു? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല, ആക്സിലറേഷൻ അല്ലേ. സ്മോൾ ലെറ്റർ ആരെന്ന് കൊടുക്കുന്നു? എ എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തത് ഞാൻ എഴുതുന്നു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആണെന്ന് വിചാരിക്കുക. ആരെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു? ടൈമിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട് മേ ഡിപ്പെൻഡ്സ് ഓൺ ഒന്ന് മാസ് ഓഫ് ദ ഒബ്ജെക്റ്റ് ബ്രാക്കറ്റിൽ സ്മോൾ എം, 2 ആക്സിലറേഷൻ സ്മോൾ എ, 3 ടൈം ടി. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഡിറൈവ് the correct expression for force. എന്തിന്? ഫോഴ്സ്, ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ എന്ത് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് എക്സ്പ്രഷൻ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്? 3 ഫാക്ടേഴ്സ്. ഒന്ന് മാസ്, 2 ആക്സിലറേഷൻ, 3 ടൈം. നമ്മളടുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ എഴുതാൻ, ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കണം. നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ കൂടി എഴുതുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറയാം. ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട് മേ ഡിപ്പെൻഡ്സ് ഓൺ ഒന്ന് മാസ് ഓഫ് ദ ഒബ്ജെക്ട്, 2 ആക്സിലറേഷൻ, 3 ടൈം. അതിൻ്റെ 4ാമത് ആരാണ്? 3 പേരേ ഉള്ളൂ. 4ാമത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ആരെന്നാണ്? ഫോഴ്സ് എന്നാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇതൊന്ന് മാറ്റിയാണ്. ഇല്ലെങ്കിൽ അപ്പോൾ ഇതെങ്ങനെ ഈ മാസ് അല്ലെങ്കിൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ടൈം എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഒബ്ജെക്ട്. ഞാൻ ഏതെന്ന് എടുക്കുന്നു? എഫ് ആണെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ ആരാന്ന് സങ്കല്പിക്കുന്നു? എഫ് ആണെന്ന് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എഴുതുന്നു എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. എഫ് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഞാൻ എടുക്കുന്നു? മാസ്. എന്നിട്ട് ഞാൻ എഴുതുന്നു എം റൈസ് ടു എക്സ് എന്ന് എഴുതുന്നു. എന്തെന്ന് എഴുതുന്നു? എം റൈസ് ടു എക്സ് എന്ന് എഴുതുന്നു. അതുപോലെ രണ്ടാമത്തത് ആക്സിലറേഷൻ റൈസ് ടു വൈ എന്ന് എഴുതുന്നു. അതുപോലെ മൂന്നാമത്തത് ടൈം റൈസ് ടു ടി റൈസ് ടു എന്ന് കൊടുക്കുന്നു, ഇസഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഏതൊക്കെ ഫാക്ടർ തന്നിട്ടുണ്ടോ അതിനെല്ലാം ഇങ്ങനെ എഴുതാം. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എക്സ്, എ റൈസ് ടു വൈ ആൻഡ് ടി റൈസ് ടു എന്ന് കൊടുക്കുക, ഇസഡ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യണം അല്ലേ? അപ്പം നമുക്കറിയാം
നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റിന് ഞാൻ ആരെന്ന് എടുക്കുന്നു, കെ ആണെന്ന് വിചാരിച്ചാൽ എനിക്ക് എഫ് പ്രൊപ്പോർഷണൽ മാറ്റി എന്ത് കൊടുക്കാം, ഈക്വൽ കൊടുക്കാം. എന്നിട്ട് എന്ത് എഴുതാം, കെ ഇൻറ്റു എം റൈസ് ടു എക്സ് എ റൈസ് ടു വൈ ആൻഡ് ടി റൈസ് ടു ആരെന്ന് എഴുതുന്നു, ഇസഡ് എന്ന് എഴുതുന്നു. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. എം റൈസ് ടു എക്സ് എ റൈസ് ടു വൈ ആൻഡ് ടി റൈസ് ടു ഇസഡ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ടേക്കിംഗ് ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. ടേക്കിംഗ് ആര്, ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും എന്തെടുക്കുക, ഡയമെൻഷൻ എടുക്കുക അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഡയമെൻഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് എഫ് ആണ്. എഫിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫിൻ്റെ ഡയമെൻഷൻ ആരാ, എം എൽ ടി റേസ് ടു ആരാ, -2. അപ്പം ഞാൻ എഴുതി എം എൽ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. ഇനി ബാക്കി മാസിന്റെ ഡയമെൻഷൻ, എമ്മിന്റെ ഡയമെൻഷൻ എം തന്നെയാണ്. അപ്പോൾ എം റൈസ് ടു ആര്, പവർ ആരം തന്നിട്ടുണ്ട്, എക്സ് ആണ്. ഇനി ആക്സിലറേഷന്റെ ഡയമെൻഷൻ നമുക്കറിയാം എൽ ടി റൈസ് ടു -2 റൈസ് ടു നമുക്ക് ആരെന്ന് കൊടുക്കാം, പവർ വൈ ആണ്. ടൈമിന്റെ ഡയമെൻഷൻ നമുക്കറിയാം ക്യാപിറ്റൽ ടി ആണ്, റൈസ് ടു ആരെന്ന് കൊടുത്തു, ഇസഡ് എന്ന് കൊടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എം എൽ ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു, ഞാനൊന്ന് അറേഞ്ച് എഴുതുകയാണ്. ഇവിടെ എമ്മിൻ്റെ പവർ എം റൈസ് ടു ആര്, എക്സ് എന്ന് എഴുതി. ഇനി എൽ റൈസ് ടു ആരുണ്ട്, വൈ എന്നുണ്ട്. എൽ റൈസ് ടു ആര്, വൈ. പിന്നീട് ടിക്ക് 2 പവർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ടി റൈസ് ടു -2y ഉണ്ട്, പ്ലസ് ആര് കൂടി വരുന്നുണ്ട്, ഇസഡ് കൂടി വരുന്നില്ലേ, കാരണം -2y ഉണ്ട്, ഇസഡും ഉണ്ട്. അപ്പോൾ ടി റൈസ് ടു -2y പ്ലസ് ആരെന്ന് എഴുതാം, ഇസഡ് എന്ന് എഴുതിക്കൂടെ. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് എളുപ്പമാണ്. ഇനി ഒന്നും ചെയ്യേണ്ട, ഇക്വേറ്റിംഗ് ദ പവേഴ്സ്. ഇനി നമ്മൾ രണ്ട് സൈഡിലുമുള്ള പവേഴ്സ് എന്ത് ചെയ്യാൻ പോവുകയാണ്, പരസ്പരം ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇക്വേറ്റിംഗ് ദ പവേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ എമ്മിൻ്റെ പവർ ആരാ, എക്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം, 1 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ എല്ലിൻ്റെ പവർ വൈ ആണ്. ഇവിടെ എല്ലിൻ്റെ പവർ ആരാടെ, 1 അല്ലേ. അപ്പോൾ അതും ഞാൻ എഴുതി. ഇനി അടുത്തത് ഇവിടെ ടിയുടെ പവർ -2 ആണല്ലേ. അപ്പോൾ ടിയുടെ പവർ -2 ഈസ് ഈക്വൽ ടു ഇവിടെ ആരെന്നുണ്ട്, -2y പ്ലസ് ആരെന്നാണ്, ഇസഡ് എന്നാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വൈയുടെ വില എത്രയാണെന്ന് അറിയാം, 1 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ദെയർഫോർ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു ആരെന്ന് കിട്ടും, 0 എന്ന് കിട്ടും. ഇസഡിൻ്റെ പവർ എത്രയെന്ന് കിട്ടി, അല്ലെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ 0 എന്ന് നമുക്ക് കിട്ടി. ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ എളുപ്പമല്ലേടെ, ഒന്നുമില്ല. നമ്മൾ ആദ്യം ഡിപ്പെൻഡ് ആയിട്ട് എഴുതി, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ സൈൻ കൊടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നീട് രണ്ട് സൈഡിലും എന്തെടുത്തു, ഡയമെൻഷൻ എടുത്തു. എന്നിട്ട് ഡയമെൻഷൻ എടുത്തിട്ട് ആ ടൈമിനൊന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, രണ്ട് സൈഡിലുമുള്ള പവേഴ്സുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. അതുപോലെ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമ്മൾ ഈ കിട്ടിയ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1-നകത്തേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നിങ്ങളത് എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങളത് ഒന്ന് ബാക്ക് അടിച്ച് എഴുതിയെടുത്താൽ മതി. നെക്സ്റ്റ് നോക്കി. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-ലേക്ക് നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞേ, എഫ് ഈസ് ഈക്വൽ ടു അല്ലേ, കെ നമുക്ക് അറിയില്ല. അപ്പോൾ കെ ഇൻറ്റു എം റൈസ് ടു എക്സിൻ്റെ വില നമുക്കറിയാം 1 ആണ്, എ റൈസ് ടു വൈയുടെ വിലയും 1 ആണ്, ടി റൈസ് ടു ഇസഡിൻ്റെ വില നമുക്ക് 0 ആണെന്നറിയാം. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ഈ ടേം അങ്ങ് പോയി. ബാക്കി നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം, കെ ഇൻറ്റു എം എ എന്ന് എഴുതിക്കൂടെ, ഉറപ്പല്ലേടെ. ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്നു, ഇഫ് കെ ഈസ് ഈക്വൽ ടു ആരാണെങ്കിൽ 1 ആണെങ്കിൽ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം, എം എ എന്ന് എഴുതിക്കൂടെ.
അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ആരെന്ന് കിട്ടി, എം എ എന്ന് കിട്ടി. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ, ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആരാടെ, എഫ് ഈസ് ഈക്വൽ ടു എം എ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ തന്നിട്ട് നമ്മൾ ഫോഴ്സിനൊരു പുതിയ ഇക്വേഷൻ എന്ത് ചെയ്തു, ഫോം ചെയ്യുകയല്ലേ ചെയ്തത്, ആണോ അല്ലയോ? ഇതാണ് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ 3ാമത്തെ ആപ്ലിക്കേഷൻ, എഫ് ഈസ് ഈക്വൽ ടു ആര്, എം എ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയിട്ടിട്ട് അത് പറയാം. ഓക്കെ, നിങ്ങളൊരു ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ ഇതാണ്, ദ കൈനറ്റിക് എനർജി ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട്, ദ കൈനറ്റിക് എനർജി ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട് മേ ഡിപ്പെൻഡ്സ് ഓൺ, ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ, ഒന്ന് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഞാൻ എം എന്ന് എഴുതി, 2 വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വി, അതിൻ്റെ 3 ടൈം ടി എന്ന് എടുക്കുന്നു. നമുക്ക് എന്താ ഫോം കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ആരാടെ, കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഫോം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ദ കൈനറ്റിക് എനർജി ഓഫ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട്, അല്ലെങ്കിൽ ദ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഒബ്ജെക്ട് മേ ഡിപ്പെൻഡ്സ് ഓൺ, ഒന്ന് മാസ് ഓഫ് ദ ഒബ്ജെക്ട്, 2 വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട്, ആൻഡ് 3 ടൈം. നമ്മുടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഫോം കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ആര്, കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഞാൻ കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കൈനറ്റിക് എനർജി ഞാൻ ആരാണെന്ന് വിചാരിക്കുന്നു, കെ ആണെങ്കിൽ എനിക്ക് കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേരത്തെ എഴുതിയ പോലെ, നേരത്തെ നമ്മൾ എഫ് എഴുതിയതിന് വരെ ഇവിടെ കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഒന്നാമത്തെ ആളാരാടെ, മാസ് ആണ് അല്ലേ. അപ്പോൾ എം റൈസ് ടു ആര്, എക്സ്, 2 വെലോസിറ്റി ആണ്, അപ്പോൾ വെലോസിറ്റി റൈസ് ടു ആര്, വൈ, മൂന്നാമത് ടൈം റൈസ് ടു ആര്, ഇസഡ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ. ഇത് നമുക്കറിയാം, ഞാൻ പറഞ്ഞു 2ാമത്തെ സ്റ്റെപ്പ് എന്താ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി എന്താക്കണമെങ്കിൽ, ഇവിടെ നമ്മൾക്ക് കോൺസ്റ്റന്റ് കെ എന്ന് എടുക്കരുത്, വേറെ ഏതെങ്കിലും ലെറ്റർ എടുക്കാം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ കെ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഞാൻ ഏതെന്ന് എടുക്കുന്നു, ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു ലെറ്റർ പറയുക, നമുക്കൊരു ലെറ്റർ, ഞാൻ ഏത് ലെറ്റർ കൊടുക്കാം, നമുക്ക് ഇവിടെ ഉപയോഗിക്കാത്ത, ഞാൻ കോൺസ്റ്റന്റ് ബി ആണെന്ന് വിചാരിക്കാം, ബി ഇൻറ്റു എം റൈസ് ടു എക്സ്, വി റൈസ് ടു വൈ, അതുപോലെ നമുക്ക് ടി റൈസ് ടു ആരെന്ന് എഴുതാം, ഇസഡ് എന്ന് എഴുതിക്കൂടി. ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ ആരെന്ന് എടുക്കുന്നു, 1 അല്ലേ. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി അവിടെ ആരാക്കി, ഈക്വൽ കൊണ്ടുവന്നു. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എം റൈസ് ടു എക്സ്, വി റൈസ് ടു വൈ ആൻഡ് ടി റൈസ് ടു ഇസഡ് എന്നാണ്. ഇനി നമുക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, ടേക്കിംഗ് ഡയമെൻഷൻ ഓൺ ആര്, ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്, 2 സൈഡിലും എന്തെടുക്കുക, ഡയമെൻഷൻ എടുക്കുക. നമ്മൾ ചെയ്ത കണക്ക് തന്നെയാണ്, ടേക്കിംഗ് ഡയമെൻഷൻ ഓൺ ആര്, ബോത്ത് സൈഡ്, 2 സൈഡിലും നമ്മൾ എന്തെടുക്കുന്നു, ഡയമെൻഷൻ എടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാനിതൊന്ന് മുകളിൽ മാച്ചിട്ട് ഇവിടെ എഴുതാം, ഇതിവിടെ കിടന്നോട്ടെ. അപ്പോൾ നിങ്ങളിത് എഴുതി വരുമ്പോൾ ഡൗട്ട് തോന്നരുത്, ഇവിടെയാണ് തുടക്കം, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇനി ടേക്കിംഗ് ഡയമെൻഷൻ ഓൺ ആര്, ബോത്ത് സൈഡ്. അപ്പോൾ ഞാനിവിടെ കെയുടെ ഡയമെൻഷൻ നമുക്കറിയാം എനർജിയാണ്, കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ ആരാ, എം എൽ സ്ക്വയർ ടി റേസ് ടു ആര്, -2 എന്നാണ്, ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ബാക്കി മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്, അപ്പോൾ എം റൈസ് ടു ആര്, എക്സ്. അതുപോലെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 ആണ്, റൈസ് ടു ആര്, വൈ. അതിൻ്റെ ടൈമിൻ്റെ ഡയമെൻഷൻ ആരാ, ടി റൈസ് ടു ആര്, ഇസഡ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് വരും, എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ പവർ, എമ്മിൻ്റെ ഒരു ടൈമേ ഉള്ളൂ, അപ്പോൾ എം റൈസ് ടു ആര്, എക്സ്. എല്ലിനും ഒരു ടൈം ഉണ്ട്, അപ്പോൾ എൽ റൈസ് ടു വൈ, ടി റൈസ് ടു ആരെന്ന് എഴുതാം, -y പ്ലസ് ആരെന്ന് എഴുതാടെ, ഇസഡ് എന്ന് എഴുതിക്കൂടെ, കാരണം -1y പ്ലസ് ഇസഡ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഇക്വേറ്റിംഗ് ആര്, പവേഴ്സ് അല്ലേ. നമ്മൾ 2 സൈഡിലുമുള്ള പവേഴ്സ് എന്ത് ചെയ്യുന്നു, ഇക്വേറ്റിംഗ് പവേഴ്സ്. ഞാനിത് താഴെയുള്ള സ്റ്റെപ്പുകൾ മാറ്റിയാണ് നിങ്ങൾ എഴുതിയെടുക്കണം കൂടെ, ഇക്വേറ്റിംഗ് പവേഴ്സ്. അപ്പോൾ പവേഴ്സ് എഴുതുമ്പോൾ എന്ത് വരും, എന്ത് പറഞ്ഞേ, ഇവിടെ എമ്മിൻ്റെ പവർ എക്സ് ആണ്, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ അതാരാ, 1 ആണ്.
ഓക്കെ, നമുക്ക് എമ്മിൻ്റെ പവറുടെ എക്സ് ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം, ഇവിടെ 1 ആണ്. അതുപോലെ y ഈസ് ഈക്വൽ ടു എല്ലിൻ്റെ പവറുടെ y ആണ്, അപ്പോൾ ഇവിടെ എല്ലിൻ്റെ പവർ 2 ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം, 2 എന്ന് എഴുതാം. ഇനി ഇവിടെ ടൈമിൻ്റെ പവർ എന്ന് പറയുന്നത് ആരാ, -y പ്ലസ് ആരാണ്, z ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആരാ, -2 ആണ് അല്ലേ. ഇനി നിങ്ങൾ നോക്കി വൈയുടെ വില നമുക്ക് -2 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്ത് വരും, -2 പ്ലസ് z ഈസ് ഈക്വൽ ടു -2 എന്ന് വരും. ഈ -2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആ, അപ്പോൾ -2 + 2 z ഈസ് ഈക്വൽ ടു അപ്പോൾ എന്ത് കിട്ടും, 0 എന്നാവത്തില്ലേടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കിട്ടിയ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ നമ്മുടെ അൺനോൺ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ therefore k ഈസ് ഈക്വൽ ടു b ഇൻറ്റു m റൈസ് ടു എക്സിന് പകരം ആരെന്ന് കൊടുത്തു, 1 എന്ന് കൊടുത്തു. v റൈസ് ടു y ആണ്, വൈയുടെ വില 2 ആണ്. അതുപോലെ മൂന്നാമത്തെ ടൈം റൈസ് ടു ഇസഡ് ആണ്, ഇസഡിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊരു നമ്പർ റൈസ് ടു 0യും 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ k ഈസ് ഈക്വൽ ടു b ഇൻറ്റു എം വി സ്ക്വയർ എന്നല്ലേ കിട്ടുന്നത്. k ഈസ് ഈക്വൽ ടു ആരാ, b ഇൻറ്റു എം വി സ്ക്വയർ. ഞാൻ എടുക്കുന്നു ഇഫ് b ആ കോൺസ്റ്റന്റ് b അല്ലേ ഞാൻ എടുത്ത, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന k ആണ്. ഇവിടെ ഞാൻ കൈനറ്റിക് എനർജി k വന്നതുകൊണ്ടാണ്. അപ്പോൾ b ഈസ് ഈക്വൽ ടു ഞാൻ ആരെന്ന് എടുക്കുന്നു, ഹാഫ് എന്ന് എടുത്താൽ നമുക്കത് ക്വസ്റ്റിന് തന്നിരിക്കും. അപ്പോൾ k ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം, ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഇവിടെ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബിയുടെ വാല്യൂ എനിക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കോൺസ്റ്റന്റിന്റെ ബിയുടെ വാല്യൂ ഹാഫ് ആണെന്ന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ഹാഫ് എം വി സ്ക്വയർ എന്ന് തന്നെ എഴുതുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് പാടുള്ള, നിങ്ങൾക്ക് ഇതുവരെയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിരിക്കും ക്വസ്റ്റ്യനകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തൽക്കാലം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് ലിമിറ്റേഷനാണ്, ബോർഡ് ചെറുതാണ്, അപ്പോൾ നിങ്ങൾക്ക് കൂടെ എഴുതിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിടാം, അല്ലെങ്കിൽ കൂടെ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുക. ഇത് നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുക്കണം കേട്ടോ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജെക്ട് may depends on ഒരു ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി മേ ഡിപ്പെൻഡ്സ് ഓൺ ഒന്ന് മാസ് ഓഫ് ദ ഒബ്ജെക്ട്. ഞാൻ ആദ്യം എല്ലാം ചെറിയ ക്വസ്റ്റ്യനുകളാണ് ചെയ്യിപ്പിക്കുന്നത്. മാസ് ഓഫ് ദ ഒബ്ജെക്ട്, ഞാൻ അതിനെ സ്മോൾ ലെറ്റർ ആരെന്ന് എടുക്കുന്നു, എം. 2 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മുഴുവൻ ഇടുന്നില്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന് ഞാൻ സ്മോൾ ലെറ്റർ ആരെന്ന് കൊടുത്തു, ജി എന്ന് എഴുതി. മൂന്നാമത്തത് ഹൈറ്റ്, മൂന്നാമത്തെ ആരാടെ ഹൈറ്റ്, ഞാൻ ബ്രാക്കറ്റിൽ സ്മോൾ എച്ച് എന്ന് കൊടുത്തു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഫോം കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ആരാ, പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ യു ആണ്. അപ്പോൾ യുവിനൊരു എക്സ്പ്രഷൻ എന്ത് ചെയ്യാനായിട്ട് അവിടെ എഴുതാനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ 3 ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫോം കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ആരെന്നാണ്, പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്കൊരു കറക്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യണം, നമുക്ക് ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ലെറ്റർ യു ആണ്. അപ്പോൾ യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എം റൈസ് ടു എക്സ്, ജി റൈസ് ടു വൈ, ആൻഡ് മൂന്നാമത്തെ ആൾ ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് റൈസ് ടു ആരെന്ന് എഴുതാം, ഇസഡ് എന്ന് എഴുതാം. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് യു ഈസ് ഈക്വൽ ടു എന്തെന്ന് വരോടെ, യു ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു എം റൈസ് ടു എക്സ്, ജി റൈസ് ടു വൈ ആൻഡ് എച്ച് റൈസ് ടു ഇസഡ് എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ എന്തെന്ന് കൊടുക്കാം, 1 എന്ന് കൊടുത്തുകൂടെ. ഞാനിത് മാച്ചിട്ട് മുകളിലോട്ട് എഴുതാം.
ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ടു. ഞാനത് മുകളിലോട്ട് എഴുതിയതേ ഉള്ളൂ. ഇനി നമ്മൾ ടേക്കിംഗ് ഡയമെൻഷൻ ഓൺ ആരാ? ടേക്കിംഗ് ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും എന്തെടുക്കുന്നു? ഡയമെൻഷൻ എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? നമുക്കറിയാം യു എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഏത് എനർജി ആണെങ്കിലും ഡയമെൻഷൻ ആര് തന്നെയാണ്? ml² t⁻² ആര് തന്നെയാണ്? -2 ആണ്. ഈസ് ഈക്വൽ ടു k എന്ന് പറയുന്ന ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ബാക്കി മാസിൻ്റെത് m⁻⁥x. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആര് തന്നെയാണ്? 8t⁻²y. ഹൈറ്റിൻ്റെ ഡയമെൻഷൻ ആരാ? L ആണ്. l⁻² ആരെന്ന് എഴുതാം? z എന്ന് എഴുതാം അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കി, എല്ലിന് 2 പവർ വരുന്നുണ്ട്. l⁻y വരുന്നുണ്ട്, l⁻z വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ml² t⁻² ഈസ് ഈക്വൽ ടു m⁻x. എല്ലിന് 2 പവർ ഇല്ലേ? l⁻y പ്ലസ് l⁻z എന്നാണ്. അപ്പോൾ ദിറ്റ് ഈസ് l⁻z. അപ്പം l⁻y പ്ലസ് z എന്നായി. പിന്നീട് t⁻²y. ഇതുവരെ നമുക്കറിയാം. ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ആണല്ലേ. രണ്ട് സൈഡിലും പവേഴ്സ് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ എമ്മിൻ്റെ പവർ x ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു ഇവിടെ എമ്മിൻ്റെ പവർ ആരാ? 1 ആണ്. ഇനി ഇവിടെ നെക്സ്റ്റിൽ y പ്ലസ് z ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരെന്നാടെ? 2 എന്നല്ലേ? അതായത് ഓക്കെ, ഇവിടെ എല്ലിൻ്റെ പവർ 2ഉം ഇവിടെ എല്ലിൻ്റെ പവർ y പ്ലസ് z ആണ്. ഇനി ഇവിടെ മൂന്നാമത്തെ നോക്കി, ടൈമിൻ്റെ പവർ -2y ഈസ് ഈക്വൽ ടു -2 എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാടെ? 1 എന്ന് എഴുതിക്കൂടെ? കാരണം -2 ഒന്ന് താഴെ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ -2 ഡിവൈഡ് ബൈ -2 ആരാ? +1 എന്നാണ്. അപ്പോൾ വൈയുടെ വില എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വില അറിഞ്ഞാൽ ഇസഡിൻ്റെ വില കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ 1 + z ഈസ് ഈക്വൽ ടു 2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ z ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം? z ഈസ് ഈക്വൽ ടു ഈ 1 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരെന്ന് കിട്ടും? ഇസഡും 2ഉം ഒരുപോലെ ഇരിക്കുകയാണ്. നിങ്ങൾ ഡൗട്ട് തോന്നരുത്, ഇത് 2 ആണ്. ഓക്കെ, അപ്പോൾ 2 - 1 എന്തെന്ന് തന്നെ കിട്ടും? 1 എന്ന് കിട്ടും. ഇവിടെ നോക്കി നിങ്ങൾക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അത് എവിടെ കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ? എളുപ്പമാണടേ, ഒന്നുമില്ല. നമ്മളെ ഒരു ഫോം തന്നെയാണ്. ആദ്യം ഒരു ഇക്വേഷൻ നമ്പർ 1 വരെ എഴുതുക, പിന്നെ രണ്ട് സൈഡിലും ഡയമെൻഷൻ എഴുതുക, ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്യുക, എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്നിട്ട് വീണ്ടും അതിന് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുവരെ നിങ്ങൾ എഴുതിയെടുക്കണം, പോസ് ചെയ്ത് വേണം ചെയ്യാൻ. ഞാൻ അത് ബാക്കി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബാക്കി ചെയ്യുമ്പോൾ നമ്മളിതാ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. ഞാൻ ആ ഇക്വേഷൻ നമ്പർ 1 മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം മാറ്റിയാണ്. അപ്പോൾ therefore u ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് കിട്ടും? k × m⁻x ൻ്റെ വില 1 ആണ്. അതുപോലെ g⁻y യുടെ വില 1 ആണ്. h⁻z വില 1 ആണ്. നമുക്ക് 1 ആണ് പവർ വരുന്നതെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എഴുതാറില്ല. അപ്പോൾ u ഈസ് ഈക്വൽ ടു k × mgh എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്കറിയാം ഇഫ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ 1 ആണ്. therefore നമുക്ക് u ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? mgh എന്ന് എഴുതിക്കൂടെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജെക്റ്റ് u ഈസ് ഈക്വൽ ടു mgh എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഞാൻ ഇത് മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ്, ടു ഫോം കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഞാനിതിന് ഈ ക്ലാസ് നിങ്ങൾ കാണുക. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അയച്ചു തരാം. ഈ ക്ലാസ് നിങ്ങൾ കണ്ട ഉടൻ തന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ എനിക്കൊന്ന് എന്ത് ചെയ്ത് തരിക? അയച്ചു തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, അതിന് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.